ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതുതായിട്ടൊരു ആധാർ പി വി സി കാർഡ് എന്നുള്ളൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആധാർ പി വി സി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ആധാർ കാർഡുകൾ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ പാടാണ്. ചില കൊണ്ടു നടക്കാനൊക്കെ പാടാണ്, അല്ലെങ്കിൽ നമ്മളത് ലാമിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ആധാർ പി വി സി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാറിൻ്റെ ഈ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി അവതരിപ്പിച്ച ഏറ്റവും പുതിയൊരു രൂപമാണ് ആധാർ പി വി സി കാർഡ് എന്ന് പറയുന്നത്. ഇത് കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, ATM കാർഡ് പോലൊക്കെ ഇരിക്കും. പിന്നെ പി വി സി അടിസ്ഥാനമാക്കിയുള്ള ആധാർ കാർഡിന് ഒന്നിലധികം സുരക്ഷാ ഫീച്ചറുകളുമുണ്ട്. ഫോട്ടോയും ഡെമോഗ്രാഫിക് വിശദാംശങ്ങളുമുള്ള ഡിജിറ്റൽ ഒപ്പിട്ട ആധാർ ടാമ്പ് പ്രൂഫ് QR കോഡുമുണ്ട്. അപ്പം ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ലഭ്യമാക്കുന്ന വളരെ നിസ്സാരം ഒരു ചാർജ് 50 രൂപ ഈടാക്കിക്കൊണ്ടാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഈ കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ 50 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർഡ് നമുക്ക് വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമ്മൾ യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറുക. ഇതിൽ ഓർഡർ ആധാർ പി വി സി കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മുടെ ആധാർ നമ്പറും രജിസ്റ്റേർഡ് ആധാർ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഒരു OTP നമുക്ക് വരുന്നതാണ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ. ആ OTP അടിച്ചു കൊടുത്ത് നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് നമ്പർ നമ്മുടെ ഇവിടെ അടിച്ചു കൊടുക്കുക. ഇതുകൊണ്ട് ഈ പേജിൽ നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ക്യാപ്ച കോഡൊക്കെ അടിച്ച് നമ്മുടെ സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. OTP അടിച്ചു കൊടുത്ത് ഈ പേജിൽ നമുക്ക് ലോഗിൻ ആവാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ പേജിൽ പ്രിവ്യൂ കാണിക്കും. നമ്മുടെ ഫോട്ടോ, അഡ്രസ്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, നിങ്ങളെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തതിന് ശേഷം ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ പേയ്മെൻറ്റ്സ് ക്യാൻസലേഷൻ റീഫണ്ട് പ്രോസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്ന പേയ്മെൻറ്റ് പേജാണ്. പേയ്മെൻറ്റ് പേജിലേക്ക് ഇതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ കറക്റ്റാണോ, മൊബൈൽ നമ്പർ കറക്റ്റാണോ, അഡ്രസ്സ് കറക്റ്റാണോ എന്നുള്ളത് വെരിഫൈ ചെയ്തതിന് ശേഷം ഈ കൺഫേം കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. അപ്പോൾ പേയ്മെൻറ്റ് പേജിലേക്ക് നമ്മൾ പോകുന്നതിന് നമ്മൾ ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് പേയ്മെൻറ്റ് പേജിലേക്ക് ആണ് നമ്മൾ എത്തുന്നത്. പേയ്മെൻറ്റ് പേജിൽ നമുക്ക് 50 രൂപ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് UPI, കാർഡ്, വാലറ്റ്, നെറ്റ് ബാങ്കിങ് എന്നീ എല്ലാ ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഓപ്ഷൻ വഴി 50 രൂപ ചാർജ് നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഫീസ് അടച്ചതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ PVC കാർഡ് നമ്മുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് ബൈ പോസ്റ്റ് അയച്ചു തരുന്നതാണ്.